നാശം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഓടം നിങ്ങൾ ഈ നാറ്റം സഹിച്ച് എങ്ങനെ അവിടെ ഇരിക്കുന്നത്? ജീവിതമായതുകൊണ്ട് നമ്മളെ ഇരിക്കുന്നതേ ഉള്ളൂ. നമസ്കാരം. നമ്മുടെ വർക്കല, നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നത്. അത് വളരെ ദയനീയമായ ഒരു അവസ്ഥ കണ്ടപ്പോഴത്തേക്കാണ് ഈ വാർത്ത ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം പറഞ്ഞാൽ ഓടയൊക്കെ പൊട്ടിയിട്ട് മലിനജലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മെയിൻ സിറ്റിയാണ്, ഒരുപാട് വാഹനം കടന്നു പോകുന്ന തൊട്ടപ്പുറത്ത് ആശുപത്രിയാണ്. ആ ഒരു സിറ്റിയുടെ അവസ്ഥ ഏറ്റവും നല്ല ശുദ്ധ നഗരമെന്ന് അവാർഡൊക്കെ വാങ്ങിയ നമ്മുടെ വർക്കല നഗരസഭയുടെ തൊട്ട് മുന്നിൽ കിടക്കുന്ന റോഡിൻ്റെ ഈ ഓടയുടെയും കാഴ്ചകളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഈ ഓട നിങ്ങൾ ഈ നാറ്റം സഹിച്ച് എങ്ങനെ അവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ പണിയുന്ന പാർട്ടിയാണ്. ഒരു നാശം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇത് ശുചിത്വ നഗരമെന്ന് അവാർഡ് കിട്ടിയ നഗരമാണ്. അസുഖങ്ങൾ വരെയുള്ളു. പിന്നെ ആ ഓടയുടെ അവസ്ഥ ഉണ്ടോ? ചേട്ടൻ എങ്ങനെയാട്ടോ അവിടുത്തെ പണി ചെയ്യുന്നത്? ജീവിതമായതുകൊണ്ട് നമ്മളെ ഇരിക്കുന്നതേ ഉള്ളു. അസുഖങ്ങൾ വരെയുള്ളൂ. ഗവൺമെന്റ് ആശുപത്രി അടുത്താണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിന് അടുത്താണ്. ഇതിന്റെ അവസ്ഥ ഭീകരമാണ് ചേട്ടാ. ഈ ഓടയുടെ ഒക്കെ അവസ്ഥ ഉണ്ട് ചേട്ടാ. ഈ നഗരസഭ ഇതിന്റെ എന്താ പറയാ, ഇത് കാണുന്നില്ലേ നഗരസഭ അതിലിരുന്ന് രോഗങ്ങൾ തൊട്ടടുത്ത് ജോലി ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല ചേട്ടാ, അവിടെ ഈ ഓട മുക്കി പിടിക്കുന്നതിന് ആ സ്മെല്ല് കഴിക്കുന്നില്ലേ? നിങ്ങൾ സ്ഥിരം വണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ലേ? ഇത് ആരോട് പറയാനല്ലേ? എന്ത് കാര്യം? ഇതൊരു തീർത്ഥാടന നഗരി കൂടിയാണ്. വർഷാവർഷം തീർത്ഥാടനം എന്നൊക്കെ എന്താ പറയുക, വേൾഡ് ഫേമസ് ആണ്. വേൾഡ് ഫേമസ് ക്ലിഫുള്ള നാടാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ നമ്മുടെ വർക്കല നഗരസഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഓട മലിനജലം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇതുവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വാർത്ത ചെയ്തത്. ചൂണ്ടിക്കാണിക്കേണ്ടത് ഞങ്ങളാണ്, പരിഹാരം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. ശ്രീത് മാരാർ സൈനിങ് ഓഫ്.